By night, on my bed I saw him whom my soul loveth. I sought him, but I found him not to I will rise now and go about the city in the എടാ, streets. നിനക്ക് നമ്മുടെ ജോസ്വിനെ അറിയില്ലേ? അറിയാലോ. അവനെ ഉണ്ടല്ലോ, അവന് ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വിളിക്കും. പക്ഷെ പള്ളിയിൽ പോകുന്ന കാര്യം പറയുമ്പോ, കുർബാനയ്ക്ക് പോകുന്ന കാര്യം പറയുമ്പോ അവൻ എന്തോ, ബാക്കി എല്ലാത്തിനും അവൻ ഓക്കെയാണ്. പ്രാർത്ഥിക്കാൻ വിളിച്ച അവൻ വരും, അല്ലെങ്കിൽ എന്റെ കൂടെ ഇരുന്ന് അതിന്റെ സങ്കടങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ ബാക്കി എല്ലാത്തിനും അവൻ ഓക്കെയാ. പക്ഷെ പള്ളിയിൽ പോകുമ്പോ കുർബാന എന്നൊക്കെ പറയുമ്പോ അവൻ എന്തോ ഞാനില്ല 100 ഒഴിവഴുക. എനിക്കാണെങ്കിൽ കുർബാന ഇല്ലാണ്ട് പറ്റൂല. ഞായറാഴ്ച കുർബാന കണ്ടില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് ഫീലിംഗാ. പക്ഷെ അവൻ അങ്ങനെയൊന്നും ഇല്ല. എന്താ ഇത് മറ്റേ ടൈപ്പ് ഓഫ് ആൾക്കാരല്ലേ, സ്പിരിച്വൽ ബട്ട് നോട്ട് റിലീജിയസ്, അങ്ങനെ പറയുന്നാല്. ഈശോയിൽ വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ അവർക്ക് റിലീജിയസിനോട് ഒരു താല്പര്യമില്ല. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അതെന്താ അങ്ങനെ? എടാ സീനല്ല, നീ ആള് കൊള്ളാലോ. അല്ല, ഞാൻ ഓർക്കുമായിരുന്നു, ജോയല് വളരെ കൃത്യമായിട്ട് അല്ലെ ദൈവത്തില് വിശ്വസിക്കുന്നു, പക്ഷെ എന്നാ അതിന്റെ അനുസരിച്ചിട്ടുള്ള പ്രാക്ടീസസ്. ഇപ്പൊ കുർബാനയ്ക്ക് പോവാന്നൊക്കെ പറയുന്നത് നമ്മൾ ഏതൊരു കത്തോലിക്കന്റെ അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും ഞായറാഴ്ച എങ്കിലും നമ്മളൊരു കുർബാന കണ്ടിരിക്കും ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെയാണ് നമ്മളെ ശീലിപ്പിച്ചു കൊണ്ടിട്ടുള്ളത്. നമ്മളിങ്ങനെ കോളേജിൽ സ്ഥിരം കാണുന്ന കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ്. നമ്മളിപ്പോ കോളേജിൽ പോയിട്ട് നമ്മളിങ്ങനെ ആൾക്കാരെ വിളിക്കുവാണെങ്കിൽ അവർക്ക് ഇപ്പൊ ഒരു ചെറിയ മടി പോലെയായിട്ട് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞ മടിയാണ്, മടി പോലെ തന്നെ തോന്നുന്നുണ്ട്. അവരിങ്ങനെ വിളിച്ചാലും ഒരു ബാക്ക്വേർഡ് ഫീൽ ഇങ്ങനെ കാണിക്കുന്നത്. ചിലവരൊക്കെ അത്യാവശ്യം എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരുണ്ട്. ചില പിള്ളേര് പ്രാർത്ഥനയ്ക്ക് വരും, ചില ദിവസം പള്ളി. ഹോസ്റ്റലിലുള്ളവരാണോ കുറെ കൂടി ഈ ഒരു സ്വാതന്ത്ര്യം മുതലെടുക്കുന്ന ആൾക്കാർ? അങ്ങനെയും പറയാം. അല്ല, വീട്ടിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അമ്മ അപ്പനും ഒരു കിടക്കപ്പുറത്ത് തരത്തില്ലല്ലോ. ഞായറാഴ്ചയെങ്കിലും പറഞ്ഞ് പള്ളി വിടുമല്ലോ. എനിക്ക് തോന്നുന്നു അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, ഞാനിങ്ങനെ ഓർക്കേണ്ട ഒരു ചേട്ടനൊക്കെ പറഞ്ഞത് വേറെ രാജ്യത്തേക്ക് പോവാണ് ജോലിക്ക് വേണ്ടി. അപ്പൊ അമ്മ ഈ എല്ലാത്തിന്റെയും കൂടെ ചിപ്സും സാധനങ്ങളും അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും അതിന്റെ കൂട്ടത്തില് പ്രധാനമായിട്ട് പറഞ്ഞത്, മോനെ, കാരണം ഇനി ഇവൻ കൺവട്ടത്തൊന്നും ഇല്ല, ഇനി എന്താ പറയുന്നത്, പുഷ് ചെയ്ത് വിടാൻ അപ്പനും അമ്മയൊന്നും അടുത്തില്ല. പക്ഷെ എന്നാലും നീ എവിടെ പോയാലും നീ ഞായറാഴ്ച അടുത്ത് പള്ളിയൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കുർബാനയ്ക്ക് പോണം എന്ന് അല്ലെ നമ്മുടെ അമ്മമാരൊക്കെ. ഞാൻ ഓർക്കുന്നുണ്ട്, അത് പഴയ ഒരു ചേട്ടൻ ഇങ്ങനെ അമ്മ തന്നൊരു ഉപദേശത്തിൽ ഒരു ടിപ്പായിട്ട് ആൾ ഇപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു കാര്യമായിട്ട്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കോളേജ്, ഹോസ്റ്റല്, അപ്പൊ നമ്മളെ ആരും നോക്കാനില്ല, നമുക്ക് വലിയ കിടന്നുറങ്ങാൻ സുഖമായിട്ട്. ഇനിയിപ്പോ നീ ഞായറാഴ്ച പള്ളി പോയോ എന്ന് വീട്ടിൽ നിന്ന് എങ്ങാനും ചോദിച്ചാലേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേറെ ചെക്കുകളൊന്നും വരുന്നില്ലല്ലോ അല്ലെ. അപ്പൊ ആ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു മടി തന്നെയാന്ന് തോന്നുന്നു അതിലെ ഒരു കാര്യം. അത് ശരിയാ സിസ്റ്റർ. പിന്നെ ഈ ഒരാഴ്ച കഴിഞ്ഞതിൽ കിട്ടുന്ന ഒരു അവധി ദിവസമാണെന്ന് വിചാരിച്ചിട്ടും ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇത്ര നേരം കൂടെ കിടന്നാലോ, പിന്നെ കുറച്ചുകൂടെ കിടന്നാലോ എന്ന് വിചാരിച്ച ഉച്ചവരെയായി, വൈകുന്നേരം അങ്ങനെ നടക്കുന്ന കുറെ പേരുണ്ട്. പിന്നെ ഒരു 2-3 ആഴ്ച മിസ്സായി കഴിഞ്ഞാല് പിന്നെ അല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, ആ ഒരു ഇത് വരും, പോവാന്നുള്ള അവസ്ഥയാവും അല്ലെ. എസ്തറിന്റെ കൂടെ ഇങ്ങനെയുള്ള ഭക്തജനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഭക്തജനങ്ങൾ അവർക്ക് ദൈവം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, പക്ഷെ ഈ മതത്തിന്റെ ഒരു ചട്ടക്കൂടില് കുർബാനയും കൊന്തയൊന്നും സ്വീകരിക്കാത്ത ഒത്തിരി മക്കളെ കണ്ടിട്ടുണ്ട്. അതായത് അവര് ദൈവം ചോദിച്ചാൽ ദൈവമുണ്ട്, പക്ഷെ അവരുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും ദൈവം ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെ അവര് സമ്മതിക്കത്തില്ല അല്ലെ. ഓക്കെ, ഹലോ ആൻമരിയ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ മടിയുടെ പോലെ വേറൊരു ഫാക്ടർ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മള് വിശ്വാസമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ കോളേജിൽ ഹോസ്റ്റലിൽ നിന്ന് കണ്ടിട്ടുള്ള ഒരിതാണ്, അതായത് വിശ്വാസമുണ്ട്, എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്, പക്ഷെ പള്ളിയിലോട്ട് പോകാൻ മാത്രം ഒരു മടി കാണിക്കുന്നത്. അപ്പൊ അതിന് ഞാനിങ്ങനെ എന്റെ കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചു, എന്താണ് കാരണം, ബാക്കി എല്ലാം നീ ചെയ്യുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് പള്ളി വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞാൻ വേറെ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഈശോ കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, ഈശോ സ്നേഹമാണെന്ന് പറയുന്നു, ഞാൻ സ്നേഹമായി പ്രവർത്തിക്കുന്നുണ്ട്, സ്നേഹം കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുർബാന എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ ആവശ്യകത ഇല്ലല്ലോ എന്ന് ക്വസ്റ്റ്യൻ റേസ് ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്, ആത്മാവിന്റെ ഭക്ഷണവുമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്, ദൈവം കൽപ്പിച്ചു വെച്ച കാര്യമാണ് കുർബാന പാലിക്കുക എന്നുള്ളത്. അതും കൂടെ പാലിച്ചാൽ മാത്രമേ മുഴുവനായിട്ട് ദൈവസ്നേഹത്തിൽ അല്ലെങ്കിൽ ദൈവം എന്താണ് എന്നുള്ള ഒരു ഇതിലോട്ട് വരുള്ളൂ എന്നാണ് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുള്ളത്. നമുക്കിങ്ങനെ ഈ നമ്മുടെ കൂടെ ഉള്ളവരോടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കട്ടക്കി അവരോട് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റാറുണ്ടോ? അതായത് ഞാൻ പറഞ്ഞിപ്പം
ആൻ ആ ഒരു കൺവിക്ഷൻ ഉള്ളത് കൊണ്ട് ആത്മാവിന്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞു കൊടുക്കാനും, കാരണം അത് നമുക്ക് ആ ഒരു ബോധ്യം ഇല്ലെങ്കിൽ നമുക്കത് പറയാനൊന്നും പറ്റില്ല. ഇപ്പൊ നമ്മളും വലിയ കുഴപ്പമില്ല ഞായറാഴ്ച. ഇപ്പൊ ഞാൻ ഓർക്കട്ടെ, ഞാൻ ചെറുതായിരിക്കുമ്പം വീട്ടിൽ ഇത്തിരി ലേറ്റ് ആയിട്ട് ചെല്ലുമ്പോ ആദ്യത്തെ ചോദ്യം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞോ? അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്, ഹൈ കഴിഞ്ഞു, അപ്പൊ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാം. അതൊരു സമയം, അതായത് ആ ഒരു കുടുംബ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയൊന്നും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഈശോ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ വെക്കുന്നുണ്ട്, കുടുംബത്തിലെ ഒത്തിരി കാര്യങ്ങൾ ഈശോ തരുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ ആ സമയത്ത് ഒരു ചൈൽഡിഷ് നേച്ചറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ പോയിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളോട് അറിയാൻ വേണ്ടി ചോദിക്കുന്ന കേട്ടോ, നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പറഞ്ഞ അവര് ഇവനേതാ മത തീവ്രവാദിയാന്നൊക്കെ പറയുമോ, അതോ അല്ലെ നമ്മളെ വല്ല വിശുദ്ധൻ എന്നൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റാറുണ്ടോ അവരോട്? എനിക്കെന്തായാലും ആൻ പറഞ്ഞു കേട്ടപ്പോ എനിക്ക് തോന്നി ആനിന് കുറച്ചൊക്കെ എങ്കിലും ആ ഒരു രീതിയിൽ ഒരു സംഭാഷണം കൊണ്ടുപോകാൻ പറ്റി അല്ലേ? അതെ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ഹോസ്റ്റലിലായത് കാരണം പറഞ്ഞതുപോലെ നമ്മൾ ഒരു സെക്കൻഡ് ആൻ തിരിച്ചാ ഹോസ്റ്റലിലേക്ക് തന്നെയാണോ പോകുന്നത്? അതെ അതെ, പക്ഷെ എന്തായാലും നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞതുപോലെ നമ്മൾ പള്ളിയിൽ എന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ വേറൊരാളോട് പറയണം നീ എന്താ വരാത്തതെന്ന് ചോദിക്കുക. ഇനിയിപ്പോ ചോദിക്കുക പോലും വേണ്ട, മറ്റു മതസ്ഥരായ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മതത്തിലുള്ള കുട്ടികൾ തന്നെ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ചോദിക്കാറുണ്ട്, എന്തിനാ ഇങ്ങനെ പോകുന്നേ, ഇതിന്റെ ആവശ്യം എന്താ, നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നിന്റെ മനസ്സിൽ നല്ലതുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത് ഫോളോ ചെയ്യുന്നത്? അങ്ങനെയുള്ള കുട്ടികളോട് ചില സാഹചര്യങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞ് ഫലിപ്പിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പറഞ്ഞാൽ അവര് പലപ്പോഴും ഫാക്റ്റുകളെയാണ് നോക്കുന്നത്. എന്റെ കൺമുന്നിൽ ഞാൻ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ വേൾഡിൽ നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ ഒരു കൺവീനിയൻസിനാണ്. അപ്പൊ നമുക്ക് പറഞ്ഞ് ഒന്ന് ശരിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് പറഞ്ഞെടുക്കാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോ ഈ പറഞ്ഞ പോലെ കുട്ടികൾ കൽപ്പനകളൊക്കെ പാലിക്കുന്നു എന്ന് പറയുമ്പം എന്റെ മനസ്സിൽ പെട്ടെന്ന് ഹിറ്റ് ചെയ്തത് നമ്മുടെ 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് എന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം എന്നുള്ളത്. ഇപ്പൊ അതങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഞായറാഴ്ച നമ്മളെ കുമ്പസാരത്തിന് ഒരുക്കുമ്പോൾ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് കടമുള്ള ദിവസങ്ങളിൽ അല്ലെ തിരുസഭയുടെ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്ന വേറൊരു കാര്യമാണല്ലോ തീർച്ചയായിട്ടും. അപ്പോ ഈ നമ്മൾ ശരിക്കും ഒരു സൈഡിൽ പ്രാക്ടീസസ് ഉണ്ട്, തിരുസഭ പറയുന്ന കാര്യങ്ങൾ, കൂദാശകളൊക്കെ, ദൈവത്തിന്റെ അനുഭവം, എനിക്ക് ദൈവാനുഭവം ഉണ്ടെന്ന് പറയുന്നു, എന്നാ ഈ പറഞ്ഞ പ്രാക്ടീസസ് ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും ഇപ്പൊ ആ കൊച്ചിനൊരു ബന്ധം തോന്നുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അവൾ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയും, അപ്പൊ അതിലാണ് വചനത്തിൽ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയുടെ സമയങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് ഒരു എന്താ പറയുന്നത് ഭയങ്കര ഈ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ? എനിക്കറിയില്ല, എന്റെ കാര്യം ഞാൻ പറയണേ. നമ്മൾ മുമ്പ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇച്ചിരി ചർച്ച ചെയ്തായിരുന്നു പ്രാർത്ഥനകളുടെ കാര്യമൊക്കെ. അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ അതിന്റെ ഒരു സ്വീറ്റ്നെസ് അറിയാൻ തുടങ്ങി കഴിയുമ്പം, അതിന്റെ പിന്നിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിയാൻ തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ഇച്ചിരിയും കൂടെ എളുപ്പമാണ്. എസ്തറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എസ്തറിന്റെ ചെറുപ്പത്തിൽ എങ്ങനെ ഈ എന്താ പറയുന്നത് പള്ളിയിൽ പോകുന്നതും കുർബാനയ്ക്കൊക്കെ പോകുന്നതും ഞായറാഴ്ച, അത് എസ്തറിന് എങ്ങനെ ഒന്ന് പറയാൻ പറ്റും? എന്നെ കൂടുതലും സഹായിച്ചിട്ടുള്ളത് എന്റെ വീടിന്റെ അടുത്തുള്ള സിസ്റ്റേഴ്സ് ആയിരുന്നു. അവര് രാവിലെ 6 മണിയാകുമ്പോഴേക്കും വന്ന് എഴുതിപ്പിച്ച് ഒരുക്കി കൂടെ കൂട്ടു. അവരില് ഒരു കൊച്ചായിട്ട് തന്നെ അവര് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവര് ഭയങ്കര സ്നേഹത്തോടെ പള്ളി കൊണ്ടുപോകണതും പാട്ടുപാടാൻ നിർത്തണതും പ്രഭാത പ്രാർത്ഥന, അതെല്ലാം അങ്ങനെ ഒരു റൊട്ടീനായിരുന്നു. അന്നിപ്പോ ആ സമയത്ത് മനസ്സിലെന്തായിരുന്നു? ഇത്രയും കഷ്ടപ്പെടുത്തുന്നത് എന്തിനായിരുന്നു? ആ ഒരു വൈബായിരുന്നു. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴേക്കും ഹോസ്റ്റലൊക്കെ ആയി. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞ ആ പെർസ്പെക്ടീവ് നോക്കുവാണെങ്കിൽ ഭയങ്കര സ്വാതന്ത്ര്യമല്ലേ? അതായത് അവരുടെ ഓക്കെ അല്ല, നമുക്ക് ഒരു കരാള ഹസ്തത്തിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ഇവരുടെ അടുത്ത് പോയെങ്കിലും ഞാൻ നമ്മുടെ കത്തോലിക്ക അല്ല, അവിടെ അച്ഛന്മാരായിരുന്നു. അവിടെ കമ്പൽസറി ആയിരുന്നു പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും. എന്നാൽ ടൈം ടേബിളിന്റെ ഭാഗമായിരുന്നു ഈ സമയം പരിശുദ്ധ കുർബാനയാണ്. സോ രാവിലെ 5:30 എണീറ്റ് കുർബാന കൂടി തിരിച്ചു വന്ന് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ കൂടെ അല്ലെങ്കിൽ പഠിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോഴും കമ്പൽസറി ആയിരുന്നു പരിശുദ്ധ കുർബാന. അപ്പൊ കമ്പൽസറി ആയിരുന്നത് കൊണ്ട് പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു എസ്തർ ഇവിടെ മെഡിക്കൽ കോളേജിൽ പിന്നെ വന്നു കഴിഞ്ഞപ്പം പിന്നെ എന്തായിരുന്നു? തന്നെയായി. അപ്പൊ അന്നേരം കുർബാനയ്ക്ക് പോവായിരുന്നോ? അപ്പൊ പിന്നെ വേറെ നമുക്കൊരു ശക്തി കേന്ദ്രം വേറെ ഒന്നും കാണാനില്ല. അതെങ്ങനെയാ അത് റിയലൈസ് ചെയ്തേ? ലൈക്ക് അതൊരു ശക്തി പ്രശ്നങ്ങൾ കൂടിയപ്പോൾ അത്
അതല്ല റിയാലിറ്റി ജീവിതത്തിലേക്ക് കടന്നപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി പ്രശ്നങ്ങൾ വരികയാണ്. അപ്പം അന്ന് പഠിച്ചതും അന്ന് ഈശോനെ അറിഞ്ഞതും ഈശോ ഉണ്ടെന്നും ഈശോയ്ക്ക് ആശ്വാസം തരാൻ പറ്റുള്ളെന്നും ശക്തി തരാൻ പറ്റുള്ളെന്നൊക്കെ ഉള്ള റിയലൈസേഷൻ അന്ന് കിട്ടിയത് കൊണ്ട് നേരെ ഓടി കുർബാനയ്ക്ക് പോവാ. അപ്പൊ പിന്നെ അതൊരു റൊട്ടീനായി. അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ ആയി, അതൊരു റൊട്ടീനായി. അത് അവര് തന്നൊരു ഫോർമേഷൻ നന്ദിയോടെ ആ സമയത്ത് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും അതൊരു പിന്നീട് നല്ല ശിക്ഷണമായിട്ട് ഫൗണ്ടേഷൻ ആയിട്ട് വർക്ക് ചെയ്തു. അല്ലെ ചില പിള്ളേരൊക്കെ പറയാറുണ്ട് എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കണേ എന്നൊക്കെ പറയുന്നവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ലെ ചില സ്ഥലത്ത് ഇപ്പം ഈ സ്കൂളുകളിൽ ഇപ്പം എസ്തർ പറഞ്ഞൊരു കാര്യത്തിൽ നമുക്ക് ചിലയിടത്തൊക്കെ ഇത് നിർബന്ധമായിട്ട് കൂടിയിരിക്കണം. ചിലപ്പം വൈകുന്നേരങ്ങളിൽ കൊന്ത കൂടണം, കൊന്തയിൽ ജപമാലയിൽ പങ്കെടുക്കണം എന്നുള്ളതൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ തീർച്ചയായിട്ടും ഒരു പ്രായം വരെ ആയിരിക്കും നമുക്ക് നിർബന്ധിക്കാൻ പറ്റുന്നത്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ഒരു ഫ്രീഡത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതിലൊക്കെ ഒരു നന്മയുള്ളത് കൊണ്ടായിരിക്കും അല്ലെ ഇവരിതൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അതായത് നന്മയല്ലാത്തൊരു കാര്യത്തിന് നമ്മളിങ്ങനെ ഗുസ്തി പിടിച്ച് കാരണം എനിക്ക് തോന്നുന്നു ജോയലാന്ന് തോന്നുന്നു പറഞ്ഞ് അതായത് ഇപ്പൊ നമ്മളെ കുർബാന കൂടിച്ചിട്ട് നമ്മളെ കൊന്ത കൂട്ടിട്ട് അവർക്ക് 500 രൂപയും ബിരിയാണി ഒന്നും കിട്ടുന്നില്ലല്ലോ. എന്തിനാണ് ഈ സിസ്റ്റർമാരും അച്ഛന്മാരും ഇങ്ങനെ ബലം പിടിക്കുന്നതെന്നുള്ളത്? അവരത്രയും വർഷങ്ങൾ കൊണ്ട് അവര് മനസ്സിലാക്കി സ്നേഹിച്ച അവരെ സ്നേഹിക്കുന്ന ഈശോ, ആ ഈശോനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഈശോയുടെ ഒരു സ്നേഹം കരുതൽ അല്ലെങ്കിൽ ഈശോയുടെ കൂടെ നിൽക്കുമ്പോൾ എന്താണ് ആ എക്സ്പീരിയൻസ് എന്ന് നമ്മളും അറിയണം എന്നുള്ള ഒരു വാശിയുടെ പുറത്ത്, എന്നുള്ള ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് തന്നെ അവർ ചെയ്യുന്നത്. ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. ഇങ്ങനെ അച്ഛന്മാരും സിസ്റ്റർമാരും മാത്രമല്ല, ലേ പീപ്പിൾ, അതായത് ഒത്തിരി മാതാപിതാക്കന്മാരും. ഞാനൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ ജീസസ് യൂത്തിനൊക്കെ ഒത്തിരി റോളുണ്ട്. നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഉന്തിത്തള്ളി നമ്മളെ കൊണ്ടുപോകണ കുറെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഓർക്കുകയാണ്. ഇനി ഒന്നുമില്ലെങ്കിലും നിനക്ക് കുർബാന കൂടി കഴിഞ്ഞാൽ ചായ മേടിച്ചു തരാന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളെ കൊണ്ടുപോയാ അത് ശരിയാട്ടോ. ഞാനൊരു ഇങ്ങനെ ഒരു ടീമിന്റെ ഒരു പാർട്ടായി കഴിഞ്ഞപ്പോ ഇവിടെ ഒരു ചാപ്പലുണ്ട്. ഇപ്പൊ നീ എന്ത് ടീമിന്റെ? ഞാനിപ്പോ നമ്മുടെ കോളേജിന്റെ കോർ ടീമിന്റെ ഒരു ജീസസ് യൂത്തിന്റെ കോർ ടീമിന്റെ ഒരു പാർട്ടായിട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആ ഫസ്റ്റ് ടൈം അതിനകത്ത് കയറി വന്നപ്പോ എന്റെ മുമ്പത്തെ സീനിയറുള്ള ചേച്ചിമാരൊക്കെ ഇങ്ങനെ MCBS ചാപ്പലിൽ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കേറാറുള്ളൂ. അപ്പൊ ചേച്ചി എന്താ എല്ലാ ദിവസവും ഇതിനകത്ത് കയറി ഇരിക്കുന്നേ, എന്താ ഇവിടെ ഇത്ര ചെയ്യാനുള്ള? നമ്മളെ ആദ്യം കേറുന്നതാണല്ലോ. അപ്പൊ കയറി കഴിയുമ്പോ ചേച്ചി പറഞ്ഞു, എടാ അതങ്ങനെയാ, നീ ഓരോ വിഷമമൊക്കെ വരുമ്പോ നീ കർത്താവിന്റെ അടുത്ത് പോയി നമ്മൾ ഇരുന്നിട്ട് അങ്ങ് സമർപ്പിക്കുമ്പോ കുറച്ച് കഴിയുമ്പോ ആ വിഷമം അങ്ങ് നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങ് മാറുമെന്നാ പറഞ്ഞേ. നീ ഒരു ടീമിന്റെ പാർട്ടൊക്കെ കഴിയുമ്പോ നീ പിന്നെ ഇവിടുന്ന് ഇറങ്ങാനേ ടൈം ഉണ്ടാവില്ല. അതേപോലെ തന്നെ സംഭവിച്ചു. നമ്മളിപ്പോ ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മൾ നേരെ ചാപ്പിൽ കയറിയിരിക്കുന്നു. ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു മൂഡ്, ഞാനും ഈശോയും മാത്രം. ഈശോയ്ക്ക് നമ്മളെ സമർപ്പിച്ച് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിലാക്സേഷൻ ഉണ്ട്. അത് അടിപൊളി. ആ ചേച്ചി പറഞ്ഞപ്പോ ഞാനിപ്പോ ഈ കാര്യം പറഞ്ഞപ്പോ എനിക്ക് അത് ആ ചേച്ചി പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. എനിക്ക് ഇത് പറഞ്ഞപ്പോ കൃത്യമായിട്ട് ഓർമ്മ വന്നത് ഈശോ പറയുന്ന വചനമാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശരിക്കും പറഞ്ഞ ഇതൊക്കെ ഈ റിച്വൽസും ഈ പ്രാക്ടീസസും ഒക്കെ ഇത് എവിടെ നിന്നാണ് ഈ വരുന്നത് എന്ന് ആലോചിച്ചത്. വാട്ട് ഈസ് ദ സോഴ്സ്? അതായത് ഇപ്പോഴത്തെ നമ്മുടെ കത്തോലിക്ക തിരുസഭയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എനിക്കൊന്ന് ഈ ഒരു പ്രാക്ടീസൊക്കെ, ആരാധനയ്ക്ക് ഈശോയെ എഴുന്നള്ളിച്ച് അല്ലെങ്കിൽ ഈശോയെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് വെക്കുന്നത്, വിശുദ്ധ കുർബാന, ജപമാല, കുംഭസാരം. ചിലരൊക്കെ എനിക്കറിയാം വർഷത്തില് 1 പ്രാവശ്യം 2 പ്രാവശ്യം കുംഭസാരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുസഭയുടെ കൽപ്പനയിലുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കണ ആണ്ടിലൊരിക്കലെങ്കിലും കുംഭസാരിക്കണം എന്നുള്ളത്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ അത് എന്തൊരു മനോഹരമായിട്ടുള്ള കാര്യം. കാരണം ദൈവം ആരും നശിച്ചു പോണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഒരാള് പോലും നശിച്ചു പോകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോടൊക്കെ പറയാം, നിങ്ങൾ ഇവിടെ കെട്ടുന്നത് ഇവിടെ കെട്ടപ്പെടും, അഴിക്കുന്നത് അഴിക്കപ്പെടും. അപ്പൊ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന അന്ത്യത്താഴ സമയത്തെ കാര്യങ്ങൾ. അതുപോലെ നമുക്കറിയാം വചനത്തിൽ പറയുന്നുണ്ട്, ഈ ഈശോ ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, നിങ്ങൾ ഭക്ഷിക്കണം, പാനം ചെയ്യാന്നൊക്കെ പറയുമ്പം കുറെ ടീംസിന് ഇതൊന്നും ദഹിക്കുന്നേയില്ല. അപ്പൊ അതുവരെ അപ്പം കഴിച്ചവരും വെള്ളത്തിന് മീതെ കൂടെ ഈശോ നടന്നപ്പം പിന്നാലെ പോയവരെല്ലാവരും ഉണ്ടായിരുന്നു അതുവരെ. പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദിസ് ഇസ് വെരി ഹാർഡ്, അല്ലെങ്കിൽ ഇത് ഭയങ്കര ടഫാന്ന് പറഞ്ഞ് കുറെ പേര് അപ്പൊ തന്നെ സഞ്ചിയെടുത്ത് പോയി. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ പാവ ശിഷ്യന്മാരും മാത്രമാണ് ഇങ്ങനെ ഈശോന്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഈശോ അവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങള് പോണില്ലേ? അപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങള് അല്ലെ ഇപ്പം സിനൻ പറഞ്ഞ പോലെ
ആ ഒരു സോഴ്സിനെ നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ നിത്യജീവന്റെ ഇത് വേറെ ഈ വജസ്സുകൾ വേറെ എവിടെന്നാ ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അവര് അത്ര നാള് ലോകത്തിൽ ജീവിച്ചിരുന്ന ശിഷ്യന്മാരാ, അല്ലാതെ അവരെ മീൻ പിടിക്കാനും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് ഈ ഒരു സത്യദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞപ്പം അവർക്ക് അവനെ ഇട്ടിട്ട് പോവാനായിട്ട് പറ്റുന്നില്ല. അത് എളുപ്പമുള്ള കാര്യമാണോ? ശരിക്കും പറഞ്ഞ ഈശോനെ അനുഗമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ട് നമുക്ക് മനസ്സിലാവും ലൈഫിൽ കുറെ കാര്യങ്ങൾ നമ്മള് ക്ഷമിക്കണം, അല്ലെ? ക്ഷമിക്കണ്ടേ? സഹിക്കണം. സഹനം ഓക്കെ, സഹനം തീർച്ചയായിട്ടും ഉണ്ട്, അത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഞാൻ ഓർക്കാണ്, അല്ലേ, ഈശോ പറയുന്ന നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. രസാണല്ലോ, ഭയങ്കര ഒട്ടും എളുപ്പമല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ മിഷനായിട്ട് വേണ്ടി പോയ സമയത്ത് ഇങ്ങനെ ഒരു യൂത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു. അപ്പം അതിലിങ്ങനെ ഓരോ മക്കളെയും വിളിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിലൊരു കൊച്ച് ഇങ്ങനെ കാണാനൊക്കെ നല്ല ലുക്കുണ്ട്, ലൈക്ക് ഒരു PhD എന്തോ കഴിഞ്ഞ ഭയങ്കര രസമായിട്ട് ആ കുട്ടി വന്നിരുന്ന് ഇങ്ങനെ കാലൊക്കെ കയറ്റി വെച്ച് ഇങ്ങനെ ഇരുന്ന്, ആൻഡ് ഷി വാസ് ഓപ്പണിംഗ് അപ്പ്. അവളിങ്ങനെ അവളുടെ കാര്യങ്ങൾ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവളുടെ ലൈഫിൽ ഇപ്പൊ ഒന്നും നടക്കണില്ല എന്നുവെച്ചാൽ അവളുടെ ഫ്യൂച്ചർ, അവള് സ്റ്റഡീസിലൊക്കെ സൂപ്പറാണ്, നല്ല ജോലി കിട്ടിയെന്ന് തോന്നുന്നു, പക്ഷെ കല്യാണമാണോ അല്ലെങ്കിൽ ഒരു ലൈഫ് ഫ്യൂച്ചർ നോക്കുമ്പോൾ അവൾക്ക് ഒരു ഹോപ്പും ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കാണിച്ചു തന്നൊരു കാര്യം, അവളുടെ അപ്പനോട് അവൾക്കുള്ള ഒരു ഗ്രഡ്ജ്, അല്ലെങ്കിൽ അവളുടെ അപ്പനോട്, മേ ബി അപ്പൻ ഫുള്ള് നല്ല അപ്പനാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറെ കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന കുറെ സംഭവങ്ങൾ അപ്പന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഈശോ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഷീ സെഡ് ഷീ ബിലീവ് ഇൻ ജീസസ്, ഓക്കെ, പക്ഷെ അന്ന് ഈശോ പറഞ്ഞ ഒരു കാര്യം, മോളെ നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീ എന്റെ കൽപ്പന പാലിക്കുകയല്ലേ, ഐ വിഷ് ടു ബ്ലെസ് യു, പക്ഷെ ബിഫോർ ദാറ്റ് യു ഹാവ് ടു ഫോർഗീവ് യുവർ ഫാദർ. അത് എളുപ്പമുള്ള ഒരു കാര്യമാണോ? സത്യം പറഞ്ഞാൽ എനിക്ക് അവളുടെ കഥയൊക്കെ കേൾക്കുമ്പം അത് ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല അവൾക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു, വചനത്തിൽ പിന്നീട് ഇതാ പറയണ, അപ്പം നിങ്ങൾ ദൈവമക്കളെന്ന്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അപ്പോൾ നിങ്ങൾ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോ നീ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, നീ ഒരു ദൈവത്തിന്റെ മകളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യാനും ബാധ്യസ്ഥരാണ്. വി ആർ സപ്പോസ് ടു ലീവ് അക്കോർഡിംഗ് ടു ഹിസ് വേർഡ്. ഈ വചനത്തിൽ പറയുന്ന, ഈശോ പറയുന്ന ഓരോ കാര്യങ്ങളും എളുപ്പമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുക, അവൾക്ക് അത്രയും ബാഗേജ് ഉണ്ടായിരുന്നെങ്കിലും അവൾ ആ സമയത്ത് ഡിസൈഡ് ചെയ്തു, ഞാന് എന്റെ അപ്പനോട് ക്ഷമിക്കും. അപ്പൊ ഇവള് തന്നെ നോക്കിയിട്ട് ഇവൾക്ക് പറ്റണില്ല, ലൈക്ക് കാരണം ക്ഷമിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, അപ്പോഴാണ് സഹായകനായ ഈശോ പോകുന്നതിന് മുമ്പ് നമുക്ക് വാഗ്ദാനം ചെയ്ത വലിയ സഹായകനാണ് പരിശുദ്ധാത്മാവ്. അതെ, എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു വചനം പറയുന്നുണ്ട്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും അവാജ്യമായ നെടുവീർപ്പുകളാൽ അവൻ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇറ്റ് ഇസ് ലൈക്ക് നമ്മുടെ ഒരു നിശ്വാസം പോലും, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടണില്ല കർത്താവ്, ഐ ആം ടോട്ടലി സ്റ്റക്ക് ഹിയർ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന ആ ഒരു ബ്രെത്തിൽ പോലും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയിട്ട് ഇന്റർസീഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം മോളെ, വി വിൽ കോൾ ഹർ റെജീന. ഓക്കെ, അപ്പൊ റെജീന നമുക്ക് പരിശുദ്ധാത്മാവിനെ ഒന്ന് വിളിച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് എനിക്കിപ്പോഴും ഓർക്കണം, അവളിങ്ങനെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ഫോർഗീവ് യു അപ്പാന്ന് പറയാൻ പോലും എത്ര ട്രൈ ചെയ്തിട്ടാണെന്നറിയാം അവൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് അത്രയും ബിറ്റർനെസ് അവളുടെ ഉള്ളിലുണ്ട്. കാരണം അത്രയും സങ്കടകരമായ അനുഭവങ്ങളിലൂടെയും ദേഷ്യവും വെറുപ്പും ഒക്കെ അവളുടെ അപ്പനോട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളിങ്ങനെ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം അവൾക്ക് ഭയങ്കര റിലീഫായി. നെക്സ്റ്റ് തിങ് വാട്ട് ഐ ഡിഡ് ഇസ്, നമ്മളോട് തിരുസഭ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞിങ്ങനെ നല്ല കുട്ടപ്പനായിട്ട് വരുത്തുന്ന കൂദാശയാണ് കുമ്പസാരം. ഞാനൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് പോയിട്ട് കുമ്പസാരിച്ചിട്ട് വായോ, നീ ഒന്ന് ഏറ്റുപറ. കാരണം അതോടുകൂടി കർത്താവ്, അല്ലെ, നിന്റെ നിരവധിയായ പാപങ്ങൾ കടും ചെമപ്പാണെങ്കിലും അത് മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കി തരാൻ പറ്റുന്ന ഒരു കർത്താവ്. അങ്ങനെ അത് കഴിഞ്ഞ് അവള് കുമ്പസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യുന്നു. ദിസ് ഹാപ്പൻഡ് ഇൻ നോർത്ത് ഈസ്റ്റ്. ഓക്കെ, അപ്പോ ഞാൻ ഓർക്കായിരുന്നു ശരിക്കും. അപ്പം അതുവരെ ഇവളെ പുറമേ നിന്ന് കാണുമ്പോൾ ഷീ ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ്, അക്കാഡമിക്കലി വെരി, എന്താ പറയാ, എല്ലാം അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിലും വാട്ട് ഷീ വാസ് ക്യാരിങ് ഇൻ ഹർ ഹാർട്ട് വാസ് ഹെവിനെസ്. ഒരു ഭയങ്കര ഒരു ഭാരത്തോടെ നടന്നിരുന്ന അവൾ ഈശോയെ സ്നേഹിക്കുമായിരുന്നു. പക്ഷെ അവൾക്ക് എന്ത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു? ഈശോയുടെ വാക്കുകൾ, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കുമെന്ന് പറഞ്ഞത്, അല്ലെ, ഈ തിരുസഭയിൽ ഈ സെറ്റപ്പ് മുഴുവൻ വെച്ചിട്ടുണ്ട്. അപ്പം അവൾ അതിനൊരു ധ്യാനം കൂടാൻ ഇടവന്നു. അവിടെയാണ് ഞാൻ അവളെ മീറ്റ് ചെയ്യണേ. അവിടെ എനിക്ക് അവളെ ക്ഷമിക്കാനും അതുപോലെ കുമ്പസാരത്തിലേക്ക് വിടാൻ പറ്റി. കുമ്പസാരം കഴിഞ്ഞപ്പം അവളെ എന്ത് തുള്ളി ചാടിയിട്ടായിരിക്കും കുർബാനയ്ക്ക് പോയിട്ടുണ്ടാവുക. ബിക്കോസ് ഷീ ഈസ് ഫീലിംഗ് ദാറ്റ് ലൈറ്റ്.
അതായത് Heaviness. അത് മൊത്തം മാറി. ഇപ്പൊ വചനം പറയുന്നുണ്ട് എന്താണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ. അപ്പം ഈ ഒരു ഭാരം പോയതോടുകൂടെ തന്നെ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഇതൊക്കെ ആലോചിച്ചിട്ട് അവൾക്ക് ഇങ്ങനെ എന്തിനാണ് കുടുംബജീവിതം എന്നുള്ളതൊക്കെ, അവളുടെ മുമ്പിലുള്ള ഇമേജ് വളരെ മോശമായിരുന്നെങ്കിലും ഈ ഒരു കാര്യം കഴിഞ്ഞ പിന്നെ ഈശോ അവൾക്ക് ഭയങ്കര ഒരു തുറവി കൊടുത്തു. അതായത് കുടുംബജീവിതത്തിലേക്ക് കയറാനുള്ള ഒരു ഭയങ്കര ഒരു തുറവി. അപ്പൊ അവള് പറഞ്ഞു, ഈശോ ഞാൻ ഇനി പ്രാർത്ഥിക്കും. കാരണം അവൾക്ക് കിട്ടിയൊരു വചനഭാഗം ഇതായിരുന്നു, ജെറമിയ 29:11. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതിന്റെ നാശത്തിനുള്ളത് അല്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്പിരിച്വൽ ആണ് പക്ഷെ ഞാൻ റിലീജിയസ് അല്ല എന്ന് പറയുമ്പോൾ തിരുസഭയിലൂടെ ഈ ചട്ടക്കൂടൊക്കെ വെച്ചിരിക്കുന്നത് എന്തിനാ? നമ്മുടെ ആത്മാവ് രക്ഷപ്പെടാനും, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂളായിട്ട് നടക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കണം. അല്ലാണ്ട് ഇവന്റെ കഴുത്തിന് പിടിച്ച് കുർബാനയ്ക്ക് കൊണ്ടുപോയി അവൻ കഷ്ടപ്പെട്ട് മുട്ടുകുത്തി അവൻ എണീറ്റ് നിന്ന് കൈവിരിച്ച് പിടിച്ച് കൊന്ത ചൊല്ലി അവൻ കഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്ന ഒരു ദൈവമല്ല. എനിക്കൊരു ശരിയായൊരു അറിവ് ദൈവത്തെ പറ്റി ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ സ്പിരിച്വൽ ആണ് പക്ഷെ ഞാൻ റിലീജിയസ് അല്ല എന്ന് പറയുന്നത്? കാരണം സ്വയം വെളിപ്പെടുത്തിയ യേശുക്രിസ്തു, ദൈവം തന്നെയായ ഈശോ, പരിശുദ്ധ സഭ സ്ഥാപിച്ചത് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ. നല്ല സോളിഡ് ആയിട്ടുള്ള തിയോളജി ഒക്കെ കേൾക്കുമ്പോൾ ഉള്ള സന്തോഷം. എസ്തർ, നീ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക, ഡൈല്യൂട്ട് ചെയ്യാന്ന് ഞാൻ പറയില്ല, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് വിസ്തരിച്ച് പറയാമോ? അതെ, സിംപ്ലിഫൈഡ് വേർഷൻ, സോ ദാറ്റ് സാന്ദ്രയ്ക്കൊക്കെ കുറെ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അല്ല, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഒരു അംശം നമ്മളിൽ നിശ്വസിച്ചു എന്നാണല്ലോ ഉൽപ്പത്തിയിൽ പറയുന്നത്. അപ്പൊ പാപം ചെയ്ത്, അതായത് നമ്മളെ സൃഷ്ടിക്കാൻ നേരം ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു ചിപ്പ് നമ്മളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ നമ്മളുടെ ഉള്ളിൽ ദൈവം ഉണ്ട്, ദൈവാംശം ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യ ആത്മാവും ഉണ്ട് നമ്മുടെ അകത്ത്. പക്ഷെ പാപം ചെയ്ത മനുഷ്യൻ പരദീസിൽ നിന്ന് പുറത്തായി. പിന്നീട് ദൈവം വെളിപ്പെടുത്തുന്നത് അബ്രഹത്തെ വിളിച്ചുകൊണ്ടാണ്. അതായത് എനിക്ക് ഒന്ന് ആ ഒരു സൃഷ്ടികർമ്മത്തിന്റെ തുടക്കത്തിൽ നമ്മൾ ഉൽപ്പത്തിയിൽ ഇതൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നതും ആ ഒരു ദൈവത്തെ സ്വന്തമായി ദൈവം തന്നെ വിളി കൊടുക്കുന്നത്, സ്വയം വെളിപ്പെടുത്തുന്ന ഒരു സമയം അബ്രഹത്തെ വിളിച്ചുകൊണ്ടാണ്. അബ്രഹാം വിളിക്കുന്നു, പിന്നെ ഇസാക്ക്, യാക്കോബ്, പിന്നെ ബൈബിളൊക്കെ എല്ലാവരും വായിച്ചിട്ടില്ല അല്ലെ? ഒന്നല്ലെങ്കിൽ നമ്മള് പ്രാർത്ഥനയിലൊക്കെ എപ്പോഴും വരുന്ന അബ്രഹാം, ഇസാക്ക്, യാക്കോബ് അല്ലെ, അതിൽ നിന്ന് തുടങ്ങുന്ന ഒരു ദൈവസ്വരവും, പിന്നെ നമ്മൾ ഈജിപ്തിൽ പോകുന്നതും അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്നതും, ആ ഒരു ശരിക്കും പറഞ്ഞ ബൈബിളിലെ ആ ഒരു സാൽവേഷൻ ഹിസ്റ്ററി അല്ലെ, രക്ഷാകര ചരിത്രം. പിന്നെ രാജാക്കന്മാര്, പുരോഹിതന്മാര്, അങ്ങനെ ദൈവം അൾട്ടിമേറ്റ്ലി അതിന്റെ ഒരു കൾമിനേഷൻ പോയിന്റ് യേശുക്രിസ്തു ആണ്. ഇതെല്ലാം ചൂണ്ടുന്നത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ദൈവത്തെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അതായത് പഴയ നിയമത്തിന്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമ്മള് ഒരു ഭയങ്കര സൗണ്ട് ആയിട്ട് ദൈവത്തെ കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു എങ്ങനെ ശിക്ഷിക്കുന്ന ദൈവം, അല്ലെങ്കിൽ എന്നാൽ ഇതെല്ലാം ഒരു ശിക്ഷണമായിരുന്നെന്നും സ്നേഹമായിരുന്നെന്നും നമ്മൾ മനസ്സിലാക്കുന്ന പുതിയ നിയമത്തിൽ എത്തുമ്പോഴാണ്. കാരണം ദൈവത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ദൈവവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ പുത്രനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയതെന്നാണ് യോഹന്നാൻ. എനിക്ക് തോന്നുന്നു എസ്തർ സിസ്റ്റർ ആയ നല്ലതായിരിക്കും അല്ലെ? ജസ്റ്റ് കിഡിങ്. ഓക്കെ, അപ്പൊ എസ്തർ പറഞ്ഞു വെച്ചത് ഇതാ. എനിക്ക് തോന്നുന്നത് അതായത് മനുഷ്യനോടുള്ള വലിയ സ്നേഹത്തെ പ്രതി മനുഷ്യനായി അവതരിച്ച ദൈവം, അതുവരെ നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സ്വരമായിട്ടും മേഘസ്തംഭമായിട്ടും അഗ്നിയൊക്കെ ആയിട്ട് കാണുന്ന ഒരു ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് ഇറങ്ങി റിയൽ ഇതാണ്. ഇത്രയും നാള് നമ്മൾ ആലോചിച്ച്, നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ അല്ലെങ്കിൽ ഫീൽ ചെയ്തിട്ടുള്ള അനുഭവത്തിലൂടെ ദൈവത്തെ അറിയാം. പക്ഷെ ഇതായിരുന്നു ആ ആളെന്ന് യേശുക്രിസ്തുവിലാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അതായത് ഇതാണ് ദൈവം എന്നുള്ള സത്യം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇനി ഈ കോണ്ടെക്സ്റ്റ് ഇവിടെ ഈശോ സത്യമാണെന്നുള്ള ഒരു സംഭവത്തിൽ നിൽക്കാം. തീർച്ചയായിട്ടും ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നുള്ള വചനമൊക്കെ നമ്മളിങ്ങനെ പഠിച്ച് തലയിലുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐ എം സ്പിരിച്വൽ നോട്ട് റിലീജിയസ് എന്ന് പറയുന്നവർക്ക് അപ്പൊ എന്തായിരിക്കും പറ്റുന്നത്? അത് നമുക്കൊന്ന് ഇനി അതൊന്ന് ആലോചിച്ചാലോ. അപ്പൊ അവരുടെ ദൈവം എന്തായിരിക്കും?